ഇപ്പോൾ വിദ്യാർത്ഥികളെ LBSൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഒന്ന് ചെക്ക് ചെയ്യുക. അതിനായി താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സൈറ്റിലേക്ക് വരാവുന്നതാണ്. അതിനുശേഷം ലോഗിൻ ചെയ്യുന്ന ഭാഗത്തേക്ക് പോയി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. തുടർന്ന് വരുന്ന ഹോം പേജിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാം. അവിടെ അതിന് നേരെ തന്നെ വ്യൂ അലോട്ട്മെൻറ്റ് എന്ന് കാണും. അത് പ്രസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച കോളേജ് ഏത് റാങ്കിലാണ്, ഓക്കെ, പിന്നെ നിങ്ങളുടെ ഡേറ്റ് വന്നിട്ടുണ്ട്, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡേറ്റ്. പിന്നെ അതുപോലെ കോളേജ് നിങ്ങൾക്ക് ആദ്യമായാണ്, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കാതെ ആദ്യമായാണ് കോളേജ് ലഭിക്കുന്നതെങ്കിൽ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും മേക്ക് പേയ്മെൻറ്റ് എന്ന് നൽകി മുന്നോട്ട് പോവുക. അപ്പോൾ തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് UPI ഇല്ലാത്തവർ പ്രിൻ്റ് ചലാനെടുത്ത് ഫെഡറൽ ബാങ്കിൽ പോയി അടയ്ക്കാവുന്നതാണ്. അതിന് UPI ഉള്ള വിദ്യാർത്ഥികൾ എന്തായാലും UPI തന്നെ കൊടുക്കുക. ഫെഡറൽ ബാങ്കിൽ പോകുമ്പോൾ 24 മണിക്കൂറോളം ആകും നിങ്ങളുടെ സൈറ്റിൽ എഫക്റ്റ് ചെയ്യാൻ. അതായത് UPI രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, തുടർന്ന് വരുന്ന വിൻഡോയിൽ UPI എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് ഏതാണ്, അതായത് ഗൂഗിൾ പേ, Paytm, ഫോൺപേ അതിൽ ഏതാണെന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം അതിന് താഴെ നിങ്ങളുടെ UPI ID എൻ്റർ ചെയ്യാനുണ്ടാവും. അതായത് വാലിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അത് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തതായി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ്, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കോളേജ് മാറി വരുന്ന വിദ്യാർത്ഥികൾ ഇനിയും പേയ്മെൻറ്റ് ചെയ്യണമെന്ന്. അതിൻ്റെ ആവശ്യം വരുന്നില്ല, നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്തല്ലോ, അത് തന്നെ മതിയാകും. ഓക്കെ, ടോക്കൺ ഫീ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് വരുന്നത് തേർഡ് അലോട്ട്മെൻറ്റിനോട് ചേർന്നായിരിക്കും, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ച വിദ്യാർത്ഥികളുടെ ഒരു ലിസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. അതിനായി നിങ്ങളുടെ ഹോം പേജിൽ പോവുക, അതായത് LBSൻ്റെ ഹോം പേജിൽ പോവുക. അവിടെ നിങ്ങൾക്ക് അലേർട്ട് ലിസ്റ്റ് എന്ന് കാണും. അത് പ്രസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഏതാണ് കോഴ്സ് അത് നൽകുക. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജ് അത് നോക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ പേയ്മെൻറ്റ് നടത്താത്ത വിദ്യാർത്ഥികളുണ്ടായിരിക്കും, അവരും ശ്രദ്ധിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഡേറ്റ് വരെ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ നോക്കാവുന്നതാണ്. അത് നിങ്ങളുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസിൽ മനസ്സിലാകും. അപ്പോൾ അവരും ഈ പ്രോസസ്സിൽ നിന്ന് പുറത്തായിരിക്കും, അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും. അപ്പോൾ അതാത് കോളേജ് ബേസ്ഡ് എത്ര പേർക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കി തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, അതായത് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചും ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. തുടർന്നുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ അലർട്ട് ലിസ്റ്റ് ഉപയോഗപ്പെടുത്തി തന്നെ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് റീഅറേഞ്ച് ചെയ്യുക. പിന്നെ നിങ്ങൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ലഭിച്ച കോളേജ് കാണില്ല, അതിന് മുകളിലുള്ള ഓപ്ഷനാണ് കാണുകയുള്ളൂ. ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് എല്ലാ കോളേജും കാണുന്നതായിരിക്കും. പുതിയ ഏതെങ്കിലും കോളേജിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു സമയത്തിനുള്ളിൽ. ഓക്കെ, അതിനുള്ള അവസരവും LBS നൽകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.